നമുക്ക് സ്കൂളിലേക്ക് പോകാം. ഗേറ്റിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്ത് സാനിറ്റൈസറൊക്കെ തന്നിട്ടാണ് കയറ്റി വിടുന്നത്. പിന്നെ ടീച്ചേഴ്സ് ക്ലാസ്സിലൊക്കെ വന്ന് വേണ്ടതൊരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു. ഇങ്ങനെയാണ് ഞങ്ങളുടെ ക്ലാസ് റൂം ഉള്ളത്. ഓൺലൈനും ഓഫ്ലൈനും ഒന്നിച്ചാണ്. ഓൺലൈനിൽ ഇരിക്കുന്ന കുട്ടികളെ സ്മാർട്ട് ബോർഡിൽ കാണാൻ പറ്റും. ഇതാണ് എൻ്റെ ക്ലാസ് റൂം 4th B. ഇതാണ് ജസന്റെ ക്ലാസ് റൂം 2nd D. ഇത് ഞങ്ങളെ കുറച്ച് ടീച്ചേഴ്സാണ്. സാനിറ്റൈസ് ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഉള്ളിലേക്ക് കടത്തി വിട്ടത്. നല്ല രസമായിരുന്നു. സ്കൂളൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിരുന്നു. ഫ്രണ്ട്സിനൊക്കെ കാണാൻ പറ്റി. നല്ല പറയാൻ പറ്റില്ല, അത്രയും സന്തോഷമുണ്ട്. മിസ്മാരൊക്കെ ചോക്ലേറ്റ്സ് ഒക്കെ തന്നു. ഫുള്ള് ഗെയിം ആയിരുന്നു. നോ ലേണിംഗ്. എന്താന്ന് വെച്ചാല് ഇന്ന് ഫുൾ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പഠിപ്പിക്കലോ റിവൈസ് അങ്ങനെ ഒന്നുമില്ല, ഫുൾ ഗെയിം. അപ്പൊ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഗെയിംസിലൊക്കെ ഞങ്ങൾക്ക് 10 out of 10 മാർക്സ് കിട്ടി. കുറെ ചോക്ലേറ്റ്സും കിട്ടിട്ടോ. സ്കൂളിലെ വീഡിയോ ഞങ്ങൾക്ക് ശരിക്കും എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂൾ കമ്പാർട്ട്മെന്റിലേക്ക് പാരന്റ്സിനെ കടത്തി വിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ മുൻപ് ഒരു ദിവസം സ്കൂളിലേക്ക് പോയതിൻ്റെ ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് ആണ് ഞങ്ങളുടെ സ്കൂള്. നജാത്ത് സ്കൂളിൽ ഒരുപാട് ബ്ലോക്ക് മെയിൻ ബിൽഡിംഗ് ഇവിടെ തന്നെയാണ്. മുതൽ 10th വരെ ഇവിടെ തന്നെയാണ്. ഇത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള നിസ്കാരപ്പള്ളിയാണ്. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ പഴയ KG സെക്ഷനിലേക്കൊക്കെ ഒന്ന് പോവാണ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ക്യാൻറ്റീൻ. ഈ കാണുന്നത് മലയാളം മീഡിയം ഹൈസ്കൂളാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഞങ്ങൾ ഈ സ്കൂളിൽ ആദ്യമായിട്ട് കാല് കുത്തിയ KG സെക്ഷൻ. അപ്പൊ നമുക്ക് നമ്മുടെ പാർക്കിലൊക്കെ ഒന്ന് ജസ്റ്റ് കയറി നോക്കാം. ഇതാണ് ഞങ്ങളുടെ സ്കൂൾ കേട്ടാ. ഇത് ഞങ്ങളുടെ സ്കൂളിൽ പുതുതായിട്ട് പണിഞ്ഞ നിസ്കാരപ്പള്ളിയാണ്. ഞങ്ങൾ സ്കൂളിൽ നിന്നും പുറത്തിറങ്ങിയപ്പോഴാണ് ഇവിടെ ഒരു ഇന്ത്യയുടെ മോഡൽ കണ്ടത്. അപ്പൊ ഞങ്ങൾ അതിൽ സ്റ്റേറ്റ്സ് ഒക്കെ നോക്കി കുറച്ചു നേരം കളിച്ചു. അപ്പൊ